ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 3. ഞാൻ ആര്യ പിസോച്ചി. ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പും. മറിയത്തിന് 12 വയസ്സ് തികഞ്ഞു. യഹൂദ പാരമ്പര്യപ്രകാരം പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നത് 12 വയസ്സ് തികയുമ്പോഴാണ്. ദേവാലയത്തിൽ അന്തേവാസികളായ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ അവിടെ താമസിക്കുവാൻ അനുവാദമില്ല. മറിയത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രായപൂർത്തിയായ കന്യകമാരെല്ലാം അവരുടെ മാതാപിതാക്കളോടൊപ്പം സ്വന്തം വീടുകളിലേക്ക് പോയി. എന്നാൽ കന്യാവ്രതത്തിന് സമർപ്പിക്കപ്പെടുകയും ദേവാലയത്തിലേക്ക് പരിപൂർണമായി ഏൽപ്പിക്കപ്പെടുകയും അനാഥയായി തീരുകയും ചെയ്ത ഏക കന്യകയായ മറിയം അവിടെ തന്നെ ശേഷിച്ചു. മറിയത്തിന്റെ ഭാവിയെക്കുറിച്ച് മഹാപ്രധാന ആചാര്യൻ ആകുലചിത്തനായി. യഹൂദാചാരമനുസരിച്ച് 14 വയസ്സ് തികയുന്ന കന്യകയ്ക്ക് വിവാഹ നിശ്ചയം നടത്തണമെന്ന് നിർബന്ധമുണ്ട്. നിശ്ചയം കഴിഞ്ഞാൽ അതിന് മാറ്റം വരുത്താനും സാധ്യമായിരുന്നില്ല. വിവാഹ നിശ്ചയത്തിന് ശേഷം 3 വർഷത്തിനുള്ളിൽ വിവാഹം നടത്തിയാൽ മതിയാകും. നിശ്ചയത്തിന് ശേഷം വിവാഹം വരെ പ്രതിശ്രുത വധു സ്വന്തം മാതാപിതാക്കന്മാരുടെ കൂടെയോ വിവാഹം നിശ്ചയിക്കപ്പെട്ട പുരുഷന്റെ കൂടെയോ താമസിക്കുന്നതിന് സമുദായ നിയമം അനുവദിച്ചിരുന്നു. എന്നാൽ വിവാഹശേഷം മാത്രമേ ഭാര്യ ഭർത്തൃ ബന്ധം അനുവദനീയമായിരുന്നുള്ളൂ. വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരെ ഭാര്യ ഭർത്താക്കന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. മഹാപ്രധാന ആചാര്യനും മഹാപുരോഹിതന്മാരും ആചാര്യന്മാരും മൂപ്പന്മാരും ജനപ്രമാണിമാരും ഒരുമിച്ച് ചേർന്ന് മറിയത്തിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു. മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശിക്കുന്ന മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഇക്കാര്യം സംബന്ധിച്ച് ദൈവത്തോട് ആലോചന നടത്തണമെന്നും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കണമെന്നും അവർ തീരുമാനിച്ചു. അതനുസരിച്ച് പ്രാർത്ഥനാ നിരതരായിരുന്ന ജനം പുറത്തു നിൽക്കുമ്പോൾ മഹാപ്രധാന പുരോഹിതനായിരുന്ന സഖറിയ ആരാധനാ വസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് മറിയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ കൃപാസനത്തിൽ നിന്നും ബലിപീഠത്തിൽ നിന്നുമായി ഒരു അശരീരി ഉയർന്നത് എല്ലാവരും കേട്ടു. കന്യകയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്യുവിൻ. ദൈവത്തിന്റെ മാലാഖ പ്രധാന പുരോഹിതനോട് ഇപ്രകാരം അറിയിച്ചു: നീ ഇസ്രായേലിലെ വിഭാര്യന്മാരായ പുരുഷന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തണം. അവർ ഓരോരുത്തരും അവനവന്റെ വടി നിന്റെ അടുക്കൽ വയ്ക്കണം. ആരുടെ വടിയിൽ ദൈവം അടയാളം കാണിക്കുന്നുവോ ആ വടിയുടെ ഉടമസ്ഥന് കന്യകാമറിയത്തെ വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്ത് അവളെ അവന്റെ സംരക്ഷണയിൽ ആക്കണം. ദൈവദൂതന്റെ അറിയിപ്പ് പ്രകാരം ഈ വിവരം യഹൂദദേശത്താകെ വിളംബരം ചെയ്തു. അതിസുന്ദരിയും സൽഗുണസമ്പന്നയും കറപുരളാത്ത ദൈവഭക്തയുമായ മറിയത്തെ ഭാര്യയായി ലഭിക്കുവാൻ അനേകം പേർ ആഗ്രഹിച്ചു. വിളംബരമനുസരിച്ച് യഹൂദദേശത്തുള്ള വിഭാര്യന്മാരായ പുരുഷന്മാരെല്ലാവരും ജെറുസലേം ദേവാലയത്തിൽ എത്തിച്ചേർന്നു. പ്രധാന പുരോഹിതൻ ഓരോരുത്തരുടെയും വടികൾ വാങ്ങി ദേവാലയത്തിൽ വച്ചു. പ്രാർത്ഥിച്ചതിനു ശേഷം അവയുടെ ഉടമസ്ഥനെ ഏൽപ്പിച്ചു. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യാക്കോബിന്റെ മകനും നീതിമാൻ എന്ന് വിളിക്കപ്പെട്ടവനും മരപ്പണിക്കാരനുമായിരുന്ന യൗസേപ്പിന്റെ വടി തിരിച്ചേൽപ്പിച്ചപ്പോൾ അത് പുഷ്പിക്കുകയും അതിന്മേൽ ഒരു പ്രാവ് പറന്നിറങ്ങി ഇരിക്കുകയും ചെയ്യുന്നത് കണ്ടു. നിന്നിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു. ആ പ്രാവ് യൗസേപ്പിന്റെ തലയിൽ ചെന്നിരുന്നു. മഹാപുരോഹിതൻ യൗസേപ്പിനോട് പറഞ്ഞു: കർത്താവിന്റെ കന്യകയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നിനക്കാണ് ലഭിച്ചിരിക്കുന്നത്. അവളുടെ സംരക്ഷണം ഏറ്റെടുക്കുക. എന്നാൽ അതിന് സമ്മതം നൽകാതിരുന്നപ്പോൾ പുരോഹിതൻ യൗസേപ്പിനോട് പറഞ്ഞു: നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുക. ദാത്താൻ, അബീറാം, കോറഹ് എന്നിവരോട് അവിടുന്ന് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് ഓർക്കുക. അവരുടെ നിഷേധം നിമിത്തം എങ്ങനെ ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിയെന്നും സ്മരിക്കുക. യൗസേപ്പേ, നിന്റെ ഭവനത്തിനും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ദൈവത്തെ ഭയപ്പെടുക. യൗസേപ്പ് ഭയചകിതനായി. അവൻ പറഞ്ഞു: ദൈവഹിതം അങ്ങനെയെങ്കിൽ അവളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ഞാൻ അവളെ സ്വീകരിച്ചു കൊള്ളാം. പുരോഹിതന്മാർ ആചാരപ്രകാരം മറിയത്തിന്റെയും യൗസേപ്പിന്റെയും വിവാഹ നിശ്ചയം നടത്തി. മറിയം യൗസേപ്പിന്റെ കൂടെ അവന്റെ ഭവനത്തിലേക്ക് പോയി. അക്കാലത്ത് യൗസേപ്പിന് തന്റെ പണിക്ക് പോകേണ്ടിയിരുന്നതിനാൽ അവൻ മറിയത്തോട് പറഞ്ഞു: മറിയം,
നിന്നെ ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് സ്വീകരിച്ചു. ഇപ്പോൾ നിന്നെ എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പോകുന്നു. താമസിയാതെ മടങ്ങിയെത്തും. അതുവരെ കർത്താവ് നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ഗലീലിയായിലുള്ള നസറത്തിൽ യൗസേപ്പിന്റെ ഭവനത്തിൽ മറിയം തുന്നൽ, നൂൽ നൂൽപ്പ് തുടങ്ങിയ ജോലികളോടൊപ്പം വീട്ടുജോലികൾ ചെയ്തു. പ്രാർത്ഥന, നോമ്പ്, ധ്യാനം, വിശുദ്ധ ഗ്രന്ഥ പാരായണം തുടങ്ങിയ ആത്മാനുഷ്ഠാനങ്ങൾ നടത്തിയും ജീവിച്ചു പോന്നു. അക്കാലത്ത് യൂദയായെ മുഴുവനും അമ്പരപ്പിച്ച ഒരു സംഭവം നടന്നു. ഗബ്രിയേൽ ദൈവദൂതൻ സഖറിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ടതും തുടർന്ന് പുരോഹിതൻ സംസാരശക്തി നഷ്ടപ്പെട്ട് മൗനമായി തീർന്നതും, സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും, എലിസബത്ത് ഗർഭം ധരിച്ചതും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.